ഹലോ ഗൈസ്. ഞാൻ പാട്രിയറ്റ് സിനിമ കണ്ടായിരുന്നു. പാട്രിയറ്റ് ആണോ പേട്രിയറ്റ് ആണോ? ഓക്കെ. സോ ആ സിനിമ കണ്ടിട്ട് എനിക്ക് കാര്യമായിട്ട് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. എനിക്കൊരു എബോവ് ആവറേജ് എന്ന് പോലും പറയാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഹാഫ് വളരെ നല്ല രസമായിരുന്നു കണ്ടിരിക്കാൻ. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോൾ അതിൻ്റെ ഒരു ഗ്രിപ്പ് പോലെയായിട്ട് തോന്നി. പ്രേക്ഷകരെ ഒരു പിടിച്ചിരുത്താനുള്ളൊരു ഗ്രിപ്പില്ലാതെ എങ്ങോട്ടോ എവിടെ നിന്നൊക്കെ ഏതൊക്കെ കഥ ആദ്യം പറയണം, അല്ലെങ്കിൽ എപ്പോൾ ഏത് കഥ പറയണം എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് ആ സിനിമയിൽ ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഫൈറ്റ് സീക്വൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലാലേട്ടനും മമ്മൂട്ടിയൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അവരുടെ ക്യാരക്ടേഴ്സ്. പക്ഷേ അവരുടെ ഫൈറ്റ് സീക്വൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ ക്യാമറ ഒക്കെ അവർ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ കൈ കൊണ്ടും കാലുകൊണ്ടൊക്കെയാണ് ഇടിക്കുന്നതെങ്കിലും ക്യാമറ അവരുടെ ഷോൾഡറിലോ അല്ലെങ്കിൽ അവരുടെ കവിളിൻ്റെ നേരെയോ അങ്ങനെ ഭയങ്കര ക്ലോസ് ആയിട്ടൊക്കെ ക്യാമറ കൊണ്ടുവച്ചിരിക്കുന്നതായിട്ട് തോന്നി. അതൊരു ബേസിക് നോളജ് അല്ലേ, നമുക്കൊരു ഫൈറ്റ് കാണാൻ പോലും പറ്റില്ലല്ലോ. അത് ആസ്വദിക്കുന്നതിനപ്പുറത്ത് എനിക്ക് ഭയങ്കര അരോചകമായിട്ട് തോന്നി ആ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ. ഒരുപാട് പടങ്ങളിൽ പലരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പല ഡയറക്ടേഴ്സും അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇടിക്കുന്ന സമയത്ത് വില്ലൻ്റെയോ അല്ലെങ്കിൽ നായകൻ്റെയോ മുഖത്തിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ അടുത്തോ കഴുത്തിൻ്റെ പിന്നിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വളരെ ക്ലോസ് ആയിട്ടായിരിക്കും അവരുടെ ഈ പറഞ്ഞ പോലെ ക്യാമറ കൊണ്ടുവച്ചിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല, എൻ്റെ അറിവില്ലായ്മയായിരിക്കും. പക്ഷെ കാണുന്ന ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് ഭയങ്കര അരോചകമായിട്ടാണ് തോന്നുന്നത്. അത് ഫൈറ്റ് കാണാൻ പറ്റുന്നില്ല. മോശമായിക്കോട്ടെ, അത്ര സ്റ്റൈലിഷ് അല്ലെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ഇടി കാണണ്ടേ നമുക്ക് ഇടിക്കുമ്പോൾ, എന്നാലല്ലേ ഒരു രസമുള്ളൂ. സോ അത് ഒരു ഭയങ്കര അരോചകമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഒഴുക്കൻ മട്ടിലാണ് സെക്കൻഡ് ഹാഫിൽ കഥ പോകുന്നത്. നമുക്ക് ഭയങ്കരമായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ പല ഭാഗങ്ങളും ഫീൽ ചെയ്തു. അതായത് കാരണം ഒരു തെലുങ്ക് പടത്തിലോ കന്നഡ പടത്തിലൊക്കെ വില്ലന്മാർ അവസാനം കാണിക്കുന്ന രീതിയിലുള്ള ഒരു എന്തൊക്കെയോ കാണിച്ചു കൂട്ടി പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുന്ന രീതിയിലൊക്കെ അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു ഭയങ്കരമായിട്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരുപക്ഷെ മഹേഷ് നാരായണൻ കുറച്ചുകൂടി ഈ ഒരു ഓഡിയൻസിൻ്റെ പൾസും കൂടി കുറച്ചൊന്ന് നോക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. അങ്ങനെ ആക്കാൻ പറ്റുന്നൊരു സിനിമ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കഥാപാത്രത്തിന് ഹൈപ്പ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ആ കഥാപാത്രത്തിനെ അതായത് ഒരു കഥാപാത്രത്തെ പറ്റി മറ്റൊരു ക്യാരക്ടർ പൊക്കി പറയുന്നുണ്ടെങ്കിൽ അതൊരു ഹൈപ്പ് കൊടുക്കലാണ്. സോ അതിനനുസരിച്ച് ആ ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ച് കീപ്പപ്പ് ചെയ്യാനായിട്ട് പിന്നീട് ആ ക്യാരക്ടറിന് വരണം. അല്ലാത്ത പക്ഷം പ്രേക്ഷകരുടെ ആ ഒരു ആകാംക്ഷയും ഗ്രിപ്പും അതെല്ലാം അവിടെ പോവുകയാണ്, നഷ്ടപ്പെടുകയാണ് പിന്നെ. സോ ഒബ്വിയസ്ലി ആ ഒരു ഗ്രാഫ് താഴോട്ട് പോകും പിന്നീട്. സോ അങ്ങനെയൊക്കെയാണ് തോന്നിയത്. ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ടായിട്ട് പറഞ്ഞെന്ന് മാത്രം. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. കുഞ്ചാക്കോ ബോബനായാലും ഫഹദിൻ്റെ അഭിനയത്തിൽ ഒരു പക്ഷേ ഭയങ്കരമായിട്ട് ഇമ്മച്ചുവറായിട്ടുള്ള ഒരാൾ ഇങ്ങനെ അഭിനയിക്കുന്നത് പോലെ അങ്ങനെ ആയിരിക്കും ആ ക്യാരക്ടർ, അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ ചെയ്തത്. അങ്ങനെ തോന്നി. ഇത്രയാണ്. പിന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സിനിമ. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ഇഷ്ടപ്പെടുമോ എന്ന് നോക്കുക. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്.